ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ കാണാം കേട്ടോ. ഉത്രാടത്തിന് അന്ന് വൈകിട്ട് ഓണത്തിൻ്റേതായിട്ടുള്ള കുറച്ച് പർച്ചേസിനും കാര്യങ്ങൾക്കും ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഇതുവരെ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇപ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യാൻ തന്നെ എടുക്കുന്നത്. വീഡിയോ എടുത്ത കാര്യം തന്നെ ഞാൻ മറന്നു പോയായിരുന്നു. ഇപ്പോൾ ഗാലറി നോക്കിയപ്പോഴാണ് കിട്ടിയത്. നേരെ പോയത് ഒരു ഫാൻസി ഷോപ്പിലോട്ടാണ്. ഇത് നൂറിനാട് പടനിലത്തുള്ള ക്രോക്കറി ഷോപ്പാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇട്ടിരിക്കുന്ന മാലയൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. 200 സംതിങ്ങിനൊക്കെ നല്ല മാലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെറൈറ്റീസ് ഓഫ് ജുംകാസ്. ഈ ക്രോക്കറി ഷോപ്പ് ജുംകാസിൻ്റെ തന്നെ ഒരു വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്. അതായത് ലേറ്റസ്റ്റ് ഫാഷൻസിലുള്ള കുറേ കമ്മൽ ഞാൻ ഇവിടെ കണ്ടുകെട്ടതാണ്. ഈ ഇരിക്കുന്ന കമ്മലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കടയിൽ കയറി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് ആയിരിക്കും കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി. ചെറിയൊരു കടയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പുതിയ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അഫോർഡബിൾ ഷോപ്പിങ്ങിനും ലേറ്റസ്റ്റ് കളക്ഷൻസിനൊക്കെ ആയിട്ട് നൂറിനാട് പടനിലം ഭാഗത്തുള്ള ഈ ക്രോക്കറി ഷോപ്പ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ നമ്മൾ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ പോയെങ്കിലും ഏത് കടയിൽ കയറണമെന്ന് വലിയൊരു കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ. അപ്പൊ നേരെ നമ്മൾ പോയത് ട്രെൻഡ്സിലേക്കായിരുന്നു. എന്ത് പരിപാടി വന്നാലും ഞാൻ പോകുന്നത് തലേ ദിവസമായിരിക്കും കേട്ടോ. ഡ്രസ്സ് എടുക്കാനായാലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ തലേ ദിവസമായിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മൾ ട്രെൻഡ്സിലേക്ക് കയറി അതേപോലെ തന്നെ ഇറങ്ങി. ഒന്നും കിട്ടിയില്ല, തലേ ദിവസം ആയതുകൊണ്ട് എല്ലാം കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ശരിക്കും ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് നമ്മളൊരു സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ കഴിക്കാനും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് നടക്കുവാണ്. നടന്ന് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറി. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. കാരണം നാളത്തേക്ക് വേണ്ട ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും തപ്പിപ്പറക്കി എടുത്തു കേട്ടോ. വീട്ടിൽ നിന്ന് വരുമ്പോഴാണല്ലോ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങുന്നതുകൊണ്ട് ഞാനധികം എടുക്കാറില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങൾ എടുത്ത്, പിന്നെ എനിക്കൊരു മോയ്സ്ചറൈസർ വേണമായിരുന്നു, അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് പതുക്കെ ഇറങ്ങിയേ. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 9:30-10 മണിയായിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. സാധാരണ ഈ സമയത്ത് അധികം തിരക്ക് കാണത്തില്ല. ഇതിപ്പോൾ ഓണം ഉത്രാട സമയമൊക്കെ ആണല്ലോ, അതുകൊണ്ടാട്ടോ ഇത്രയും തിരക്ക് വന്ന്. നേരെ നമ്മൾ പോയത് വെജിറ്റബിൾസ് വാങ്ങാനായിട്ടായിരുന്നു. സമയം ഇത്രയായിട്ടും കടകളിലൊക്കെ പഴയതുപോലെ ഒരു 6 മണി 6:30 തിരക്കാനുണ്ടായിരുന്നു കേട്ടോ. കടകളിലൊന്നും അടച്ചിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇതിൽ നിന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇനി മേലാൽ ഒരു പരിപാടിയുടെ തലേ ദിവസം ഇറങ്ങത്തില്ല. കാരണം ആ വൈകുന്നേരം ആ ദിവസം മൊത്തം ഇതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഇവനൊരു ഹെയർ കട്ട് ഉണ്ടായിരുന്നു. അവിടുന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ പോയത്. സമയം എത്രയായെങ്കിലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയത്. കാരണം അവിടെയും തിരക്കായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴും അവൻ വെട്ടുന്ന രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരു 15 മിനിറ്റ് അങ്ങനെയും പോയി. അപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് മുടിയൊക്കെ ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂവായിരുന്നു കേട്ടോ. പൂ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. വന്ന വഴിക്കൊക്കെ നോക്കിയെങ്കിലും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കടയിൽ വന്നെത്തി. പൂവിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ ഞങ്ങളുടെ റോഡ് നോക്കി കടകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നാളെ വരാൻ ടാറ്റ.